തായ്ലൻഡ് കംബോഡിയ സംഘർഷം തുടരുന്നതിൽ ആശങ്ക പടരുന്നു. വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ കംബോഡിയ സർക്കാർ. 1,00,000-ലധികം ആളുകളെ സംഘർഷബാധിത പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചു. 800 കിലോമീറ്ററോളമുള്ള കരാതിർത്തിയെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും മാസങ്ങളായി തുടരുന്ന തർക്കങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഈ പ്രദേശത്ത് ചരിത്രപ്രധാനമായ ചില പ്രത്യേകതകളുമുണ്ട് എന്നതും സംഘർഷത്തെ കലുഷിതമാക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 4:30-ന് കംബോഡിയയാണ് ആദ്യം വെടിയുതിർത്തത് എന്നാണ് തായ് ആർമി ഡെപ്യൂട്ടി സ്പോക്സ്പേഴ്സൺ കേണൽ റിച്ച്സുക്സുവാനൻ പറയുന്നത്. എന്നാൽ തായ്ലൻഡാണ് തുടങ്ങിവെച്ചതെന്ന് കംബോഡിയയും ആരോപിക്കുന്നു. സംഘർഷം യുദ്ധത്തോടടുക്കുമോ എന്ന ഭീതിയിലാണിപ്പോൾ. മരണസംഖ്യ ഉയരുന്നു. 130-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. നേരിട്ടുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ദ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഒരു എമർജൻസി യോഗം ന്യൂയോർക്കിൽ ഇത് സംബന്ധിച്ച് ചേരുകയും ചെയ്തു. UNSCയിലെ 15 അംഗരാജ്യങ്ങളും സമാധാന ചർച്ചയിലൂടെ കാര്യങ്ങൾ അവസാനിപ്പിക്കാനായി ആഹ്വാനം ചെയ്തതായാണ് അനൗദ്യോഗിക റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.